ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ. എന്നാലും മാത്രമല്ല നമ്മുടെ ചാനൽ കുറച്ചെങ്കിലും ഒന്ന് ഗ്രോത്ത് ആകുള്ളൂ. അത് മാത്രമല്ല അടുത്ത ഏതാ ഡ്രാമ ഇടേണ്ടതെന്നുള്ള 2 പോള് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ട ഡ്രാമ എന്ന് വെച്ചാൽ ഒന്ന് ക്ലിക്ക് ചെയ്യണേ, ക്ലിക്കല്ല പോൾ ചെയ്യണേ. എന്നാലും മാത്രമല്ലേ കൂടുതലുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ ഒരു കൊറിയൻ ഡ്രാമയിലെ അതിൻ്റെ ബാക്കിയും കൂടി ചെയ്ത് തീർക്കാട്ടോ. അടുത്ത പോളിൽ ഒന്നാമത്തെ പോള് ഒരു സ്കൂൾ ഡ്രാമയാണ്. ഭയങ്കര കോമഡിയും റൊമാൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള സ്കൂൾ ഡ്രാമയാണ്. ഞാൻ പറഞ്ഞിട്ടില്ല സ്കൂൾ ഡ്രാമ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന്. അത് പറഞ്ഞതിന് ശേഷം ഏതോ ഒരു കുട്ടി കമൻറ്റ് ഇട്ടതാണ്. അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഇടാം. അതുമാത്രമല്ല രണ്ടാമത്തെ ഡ്രാമ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടതാണ്. ഈ ഒരു ഡ്രാമ ചെയ്യോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്നുള്ളത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാം. നമ്മളത് ചെയ്ത് തീർത്തിട്ടും ആരും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള അതായത് രണ്ടാമത്തെ പോളില്ലേ അതും കൂടി ചെയ്ത് തീർക്കാട്ടോ. എല്ലാം പറഞ്ഞതുപോലെ അധികം ഒന്നും പറയേണ്ട ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗത്ത് നമ്മൾ കണ്ടത് നമ്മൾ സോങ് ആണെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുന്ന കാര്യം നമ്മളെ മൈക്ക് കാണുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ അവനാണെങ്കിൽ കണ്ടിട്ട് അവളെ മൈൻഡ് ആക്കാണ്ട് തിരിച്ചിട്ട് വരുന്നതായിരിക്കും. ആ ഒരു സീനായിട്ട് നമ്മൾ കാണുന്നത് ലൂനിയും മറ്റേ ഒരു ചെക്കനില്ലേ ആ ഒരു ചെക്കനെ ആയിരിക്കും. ഇവര് രണ്ടാളും എവിടത്തേക്കോ പോകാൻ നിൽക്കുന്നതായിരിക്കും. അതേ ടൈം ഇയാളാണെങ്കിൽ മൈക്കിന് മെസ്സേജ് അയച്ചിട്ട് പറയും ഞാനാണെങ്കിൽ ഇങ്ങനെ നശിച്ചോണ്ട് നിൽക്കുന്നതാണ്, ഇതിനൊക്കെ കാരണം കർമ്മയാണ്, ഞാൻ എൻ്റെ ടീച്ചറോട് എന്താണോ ചെയ്തത് അത് തന്നെയാണ് എനിക്ക് വരാൻ നിൽക്കുന്നത്, അതുകൊണ്ട് ഇനി മുതൽ നീ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ കേൾക്കൂല, എനിക്ക് പോകാനും കയ്യില്ലാന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കും. ഈ ഒരു മെസ്സേജ് നമ്മളെ മൈക്കിന് കിട്ടുന്ന ടൈം അവനാണെങ്കിൽ ഷോക്ക് ആവുന്നുണ്ട്. അവനാണെങ്കിൽ ആരെയോ വിളിച്ചിട്ട് അവന്റെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എയർപോർട്ടിലേക്ക് വരാൻ പറയും. നമ്മളെ പെണ്ണിന്റെ അതായത് നമ്മളെ സോങ്ങിന്റെ അവസ്ഥ നോക്കാന്ന് വെച്ചാൽ ഭയങ്കര ദയനീയായിരിക്കും. അവളൊരു ഡിപ്രഷൻ അവസ്ഥയിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അവളെ തന്നെയായിരിക്കും അവൾ അങ്ങനെ ആക്കി തീർത്തിട്ടുണ്ടാവുക. അത് വേറെ കാര്യം. ഇതിനിടക്ക് റേഡിയോയിലാണെങ്കിൽ ഇവളെ ന്യൂസ് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ടോ എല്ലാം കൊണ്ട് അവൾക്ക് ഭ്രാന്താവുന്നുണ്ടാവും. പെട്ടെന്നായിരിക്കും മറ്റൊരു പെണ്ണില്ലേ ഏത് നിങ്ങിന്റെ കാര്യം ഇവക്ക് ഓർമ്മ വരിക. എന്നിട്ട് ഇവള് നിങ്ങിനെ തോന്നിയ മെസ്സേജ് അയച്ചത് അത് ആരിക്കാന്ന് അറിയില്ല. ഏതൊരു റോഡ് പറഞ്ഞിട്ട് ആ ഒരു റോഡിലേക്കാണെങ്കിൽ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് വരണം, എനിക്ക് നിന്റെ ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കും. ആരാ എന്നാന്നൊന്നും നമുക്ക് കാണിക്കുന്നില്ല. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഓക്കെ ഞാൻ വരാമെന്ന് പറയുന്നുണ്ടാവും. ഇതേ ടൈം നമ്മളെ സിന്നും സയവും കൂടിയിട്ടാണെങ്കിൽ ആളരക്കില്ലാത്തൊരു സ്ഥലത്തേക്ക് വരുന്നുണ്ടാവും. സിന്നകത്ത് ഇരുന്നിട്ട് സയോ മാത്രമായിരിക്കും പുറത്ത് വരുന്നുണ്ടാവുക. സയോനോടാണെങ്കിൽ സിന്ന് സൂക്ഷിച്ചിട്ട് പോണേ, എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ എന്നെ വിളിക്കണേ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ടാവുമായിരിക്കും. ഇനി സംടൈംസ് സോങ് നമ്മളെ സയോനാണെന്ന് വിളിച്ചത് നമുക്കിപ്പോൾ അറിയില്ല. ആ സീൻ അവിടുന്ന് കട്ടായിട്ട് നേരെ മൈക്കിനായിരിക്കും കാണിക്കുന്നുണ്ടാവുക. ാണെങ്കിൽ എയർപോർട്ടിൽ പോയിക്കൊണ്ട് നിൽക്കുന്ന ടൈം അവൻ്റെ കാറിലത്തായ ഒരു മിററില്ലേ, മിററിലാണെങ്കിൽ എന്തോ ഒരു സംഭവം കാണുന്നുണ്ടാവും. ഒരു കീ ചെയിൻ പോലത്തെ ആയിരിക്കും. അത് നമ്മളെ പെണ്ണിൻ്റെ ആയിരിക്കും, സയോൻ്റെത്. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ നമ്മളെ പെണ്ണിനെ കൊണ്ട് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതായിരിക്കും. ഇതേ ടൈം ആയിരിക്കും നമ്മൾ സയോനെ കാണിക്കുന്നുണ്ടാവുക. സയോ ആണെങ്കിൽ നിങ്ങിനെ വിളിച്ചുകൊണ്ടായിരിക്കും നടക്കുന്നുണ്ടാവുക. സംഭവം എന്നായിരിക്കും ഈ ഒരു സോങ് ആണെങ്കിൽ നിങ്ങിൻ്റെ അടുത്ത് നിന്ന് അവളെ ഫോണ് വാങ്ങിയിട്ടില്ലേ, അപ്പം ഈ ഒരു ഫോൺ നമ്മളെ സോങ്ങിൻ്റെ കൈമിൽ തന്നെയായിരിക്കും ഇപ്പോൾ ഉണ്ടാവുക. ആ ഒരു ഫോണിൽ നിന്നായിരിക്കും സോങ് ആണെങ്കിൽ സയോനോട് ഇങ്ങോട്ടേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ സയോക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. സയോ ആണെങ്കിൽ നിങ്ങ വിളിച്ചതെന്ന് വിചാരിച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. സയോനാണെങ്കിൽ ഇതിന്റെ പിന്നിൽ നടക്കുന്ന കളികളൊന്നും അറിയുന്നേ ഉണ്ടാവില്ല. ഇതേ ടൈം നമ്മളെ മൈക്കിനെ നോക്കുന്നതാണെങ്കിൽ ആ ഒരു കീച്ചേനെ കണ്ടിട്ട് അവനാണെങ്കിൽ നമ്മളെ പെണ്ണിന്റെ ഓർമ്മ വന്നിട്ട് അവളെ വിളിച്ചോണ്ട് നിൽക്കുന്നുണ്ടാവും. പക്ഷേ നമ്മളെ പെണ്ണിന്റെ അടുത്താണെങ്കിൽ കോള് കിട്ടുന്നേ ഉണ്ടാവില്ല. അവളാണെങ്കിൽ നമ്മളെ ഇങ്ങനെ വിളിച്ചോട് നടക്കലായിരിക്കും. അത് മാത്രമല്ല ഹൈ ഹീൽ ഇട്ടത് കൊണ്ട് തന്നെ അവളെ കാലാണെങ്കിൽ എന്ന് പറയുന്ന പടം മറിയില്ലേ അതുപോലെ മറിഞ്ഞിട്ട് നല്ലോണം വേദനിക്കുന്നുണ്ടാവും. വിളിക്കുന്നുണ്ടെങ്കിൽ കൂടി നമ്മളെ പെണ്ണാണെങ്കിൽ എടുത്തപാട് ലൂ എന്നുള്ള രീതിയിലായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. പെട്ടെന്നായിരിക്കും മൈക്കാണെങ്കിൽ പറയുന്നുണ്ടാവുക സിസ്റ്റർ ഞാൻ ഇങ്ങനെ മൈക്കാണ്, ഞാൻ എബ്രോഡിലേക്ക് പോകുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചതെന്നൊക്കെ പറയുന്ന ടൈം തന്നെ ആ ഒരു കണക്ഷൻ കട്ടാകുന്നുണ്ട് അവർക്ക്. പിന്നെ ഇവനാണെങ്കിൽ വിളിക്കാൻ ട്രൈ ചെയ്യുന്നും ഉണ്ടാവില്ല. ഇതേ ടൈം ന്യൂസിലാണെങ്കിൽ നമ്മളെ പെണ്ണിന്റെ ഫാമിലി അതായത് സോങ്ങിന്റെ ഫാമിലിക്ക് വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ട് നിൽക്കുന്നുണ്ടാവും. ഒരു ന്യൂസിൽ പറഞ്ഞ കാര്യവും നമ്മളെ പെണ്ണാണെങ്കിൽ വിളിച്ച ടൈം ലൂ ആണെന്ന് വിചാരിച്ചിട്ട് അവൾ എവിടെയാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ലേ. ആ ഒരു സ്ഥലം കൂടി ആലോചിച്ചിട്ട് സോങ് ആണെങ്കിൽ സിറീനോട് ചോദിച്ച സ്ഥലം ഇവൻ കേട്ടിട്ടുണ്ട്. അവർക്ക് ആ ഒരു സ്ഥലവും കൂടിയിട്ട് എന്താ പറയുക കൂട്ടിക്കുഴക്കുന്നുണ്ടാവുന്നല്ല കണക്ഷൻ കണ്ടുപിടിക്കുന്നുണ്ട് അവർക്ക്. എന്നാലും ഒരു കാര്യം മൈക്കിന് മനസ്സിലാകും, സോങ് വിളിച്ചിട്ടാണ് നമ്മൾ സയോ ആണെങ്കിൽ അങ്ങോട്ടേക്ക് പോയതെന്നും ആ ഒരു ഏരിയയിലാണെങ്കിൽ ആരും ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം കൂടി. ഇതേ ടൈം മൈക്കിന്റെ ഫോണിലേക്കാണെങ്കിൽ എയർപോർട്ടിലേക്ക് ഇങ്ങനെ പാസ്പോർട്ടും കൊണ്ട് ഞാൻ വരുന്നതെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജും കൂടി വരുന്നുണ്ട് അവർക്ക്. അവനാണെങ്കിൽ എന്നാ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് ആലോചിച്ചിട്ട് നിൽക്കും. അവസാനം അവൻ അവന്റെ സിസ്റ്റർ തന്നെ വലുതെന്നുള്ള രീതിയിൽ അവൻ കാർ ധരിക്കുന്നുണ്ടാവും.
ഈ ടൈമായിരിക്കും നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ടാവുക. ഈ ഒരു സോങ്ങിന്റെ പ്ലാൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. നമ്മളെ സയോനെ ആണെങ്കിൽ കാറിനെ കൊണ്ട് കുത്തിയിട്ട് അവളെ കൊല്ലാനായിരിക്കും ഈ ഒരു സോങ് തിങ്ക് ആക്കിയിട്ടുണ്ടാവുക. അത്രക്ക് ബാഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് ആയിരിക്കും നമ്മളെ സോങ്ങിൻ്റെ. ഈ ഒരു കാര്യം മൈക്കിന് വേഗം മനസ്സിലായിട്ടുണ്ടാവും. ഒരിക്കൽ നമ്മളെ അതേ മൈൻഡ് സെറ്റുള്ള ആൾക്കാർ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുമെന്ന് പറയുന്നത് പോലെ ആയിരിക്കും മൈക്കിനുണ്ടാവുക. മൈക്കാണെങ്കിൽ നമ്മളെ സയോക്ക് ഒന്നും പറ്റാണ്ട് കണ്ടിട്ട് ആ ഒരു കാറിലാണെങ്കിൽ കയറ്റിട്ട് സോങ്ങിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ സോങ് ആണെങ്കിൽ അവളെ കൊന്നേ തീരുള്ളൂ എന്നുള്ളൊരു അവസ്ഥയായിരിക്കും. സയോ ആണെങ്കിൽ ഈ ഒരു കാറ് വരുന്ന കണ്ടിട്ട് ഓട്ടായിരിക്കും. അതിൻ്റെ കാലിലാണെങ്കിൽ ഹൈ ഹീല് ചെരുപ്പ് ഉണ്ടാവും. എന്നാൽ പിന്നെ കാല് വേദന ഉണ്ടെങ്കിൽ അത് ഊരിയിട്ട് ഓടുക. നമ്മൾ മരിക്കാൻ കിടക്കുന്നവരെ നമുക്ക് സ്റ്റൈലിൽ ഓടേണ്ട ആവശ്യമുണ്ട്. ഈ സയോന്റെ ഒരു കോമഡി, സയോന്റെ മാത്രമല്ല ഈ കഥയെ ഒരു കോമഡിയാണ്. സയോ ആണെങ്കിൽ അവളെ ജീവൻ രക്ഷിച്ചിട്ട് ഓടാൻ നോക്കുക, മൈക്ക് ആണെങ്കിൽ അവളെ രക്ഷിക്കാൻ നോക്കുക. അവസാനം ആ ഒരു കാറാണെങ്കിൽ ഒരു സ്ഥലത്ത് പോയിട്ട് അടിക്കുന്നുണ്ടാവും. പിന്നെ നമ്മൾ കാണുന്നത് ആ ഒരു കാറിന്റെ അകത്തിരിക്കുന്ന ഈ ഒരു സോങ്ങിനെയും നമ്മളെ പെണ്ണിന്റെ മടിയിൽ കിടക്കുന്ന മൈക്കിനെ ആയിരിക്കും. ആണെങ്കിൽ അങ്ങനെ കിടക്കുന്ന ടൈം അവനാണെങ്കിൽ പറയും, നിനക്കൊരു കാര്യം അറിയാം, എൻ്റെ ഫാമിലിയിൽ നിന്ന് എനിക്ക് ഒരു തുള്ളി സ്നേഹം കിട്ടിയിട്ടില്ല. എൻ്റെ അമ്മയാണെങ്കിൽ എപ്പം വർക്ക് ചെയ്യുന്നു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അച്ഛനാണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേങ്കിൽ നീ മാത്രമാണ് എന്നെ സ്നേഹിച്ചത്. ഞാൻ ഭക്ഷണം കഴിച്ചിരുന്നോ, ഞാൻ ഇങ്ങനെ ഓക്കെ ആണോ, എനിക്കെന്തെങ്കിലും വേദനയുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചത് നീ മാത്രം എൻ്റെ കൂടെ ഉണ്ടായതെന്നൊക്കെ പറഞ്ഞിട്ട് അവ സങ്കടം പറയുന്നുണ്ടാവുമായിരിക്കും. അവളാണെങ്കിൽ പറയും, നീ ഇങ്ങനെ മിണ്ടാണ്ട് കിടക്ക്, ഇപ്പം എല്ലാവരും വരും, നമുക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റും, നീ ഇങ്ങനെ സങ്കടപ്പെടില്ല എന്നൊക്കെ പറയുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ അവനാണെങ്കിൽ പറയൂ, നീ എന്നെ ഇത്ര നോക്കിയിട്ട് കൂടി ഞാൻ നിനക്ക് ദ്രോഹം മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഒന്നും ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, എങ്ങനെയല്ലോ അത് നിനക്ക് ദ്രോഹമായിട്ട് വന്നതാണ്, നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കരഞ്ഞോട് നിൽക്കുന്നുണ്ടാവും. അവൾക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അവനാണെങ്കിൽ ആ ഒരു പാസ്റ്റിൽ നടന്ന കാര്യങ്ങളും ഇവളാണെങ്കിൽ അവനെ സ്നേഹിച്ചതും അവനെ കെയർ കൊടുത്തതും ആ കാര്യങ്ങളൊക്കെ ഇവനിങ്ങനെ ആലോചിക്കുന്നുണ്ടാവും. ഇങ്ങനെ പാതിരാത്രി ആകുന്ന ടൈമായിരിക്കും അങ്ങോട്ടേക്ക് എല്ലാവരും വന്നിട്ട് നമ്മൾ ചെക്കനെയും സോങ്ങിനെയും ഒക്കെ രക്ഷിക്കുന്നുണ്ടാവും. നമ്മളെ സയോ ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ടും കണ്ടിട്ടൊക്കെ എന്താ പറയുക, ഒരു ട്രോമയായിട്ട് മാറില്ല, അങ്ങനത്തെ ഒരു ട്രോമ അവസ്ഥയിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഇതേ ടൈമായിരിക്കും ലൂവും സിന്നും അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. ലൂ ആണെങ്കിൽ വന്ന പാട് പറയും, ഒന്നുമില്ല നീ പേടിക്കണ്ട, എല്ലാം കഴിഞ്ഞ് നീ പേടിക്കേ വേണ്ടെന്നൊന്നും പറഞ്ഞിട്ട് അവളെ സമാധാനപ്പെടുത്തുന്നുണ്ടാവും. അവക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ കഴിയാണ്ട് അവനെ കെട്ടിപ്പിടിച്ചിട്ട് കരയും. അതുപോലെ തന്നെ നമ്മളെ ചെക്കനെ, അതായത് നമ്മളെ യുവാനെ നോക്കുന്നതാണെങ്കിൽ അവനിപ്പം ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇവരാണെങ്കിൽ ഒരു കമ്പനിയായിട്ട് ഒരു കോൺട്രാക്ട് വെച്ചിട്ടുണ്ടാവുമായിരിക്കും. അത് ഇത്ര കാലം നടക്കാണ്ട് പോയിട്ട് അവസാനമായ ഒരു കാര്യം നടന്നിട്ടുണ്ടാവും. അതിൻ്റെ ഹാപ്പിയിലായിരിക്കും യുവാൻ ഉണ്ടാവുക. അവൻ്റെ കൂടെ തന്നെ നമ്മളെ ടോങ്ങും ഉണ്ടാവുമായിരിക്കും. അവളാണെങ്കിൽ അവനോട് പറയും, ചെറുപ്പത്തിൽ നിനക്ക് നിൻ്റെ പട്ടം നിൻ്റെ ഇഷ്ടത്തിന് പറപ്പിക്കാൻ പറ്റിയില്ല, പക്ഷെങ്കിൽ ഇനി മുതൽ നിൻ്റെ ലൈഫ് എന്നാണോ അത് നിൻ്റെ ഇഷ്ടത്തിന് പോകാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ എൻകറേജ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ കാണുന്നത് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഒഴിഞ്ഞിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ടുള്ള ഒരു ടൈം ആയിരിക്കും. നമ്മളെ നിങ്ങ പെണ്ണില്ലേ, അവളാണെങ്കിൽ നമ്മളെ പെണ്ണിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവളോടാണെങ്കിൽ താങ്ക് യു പറയുന്നുണ്ടാവും. നിങ്ങാണെങ്കിൽ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കും. അവൾ നേരത്തെ പ്രഗ്നൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അവളെ ബെല്ലിയാണെങ്കിൽ ഇപ്പോൾ ചെറുങ്ങനെ വണ്ണം വെച്ചിട്ടുണ്ടാവുമായിരിക്കും. അവളാണെങ്കിൽ വന്നിട്ട് പറയും, ഞാനാണെങ്കിൽ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ നേരത്തെ പോകുന്നുണ്ട്, ബാക്കിയുള്ള എല്ലാവരും കുറേ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാനും അവരെ ടീമിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ഹെൽപ്പ് ആയിരിക്കുമല്ലോ എന്ന് പറയേ. അതേ ടൈം സയോ ആണെങ്കിൽ പറയും, നീ ഇങ്ങനെ വർക്ക് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നീ പേടിക്കേണ്ട ഒരാവശ്യമില്ല, നിനക്കാണെങ്കിൽ പുറത്തായാലും അകത്തായാലും നല്ല പേരാണ്, നിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഹൈപ്പിലാണ് പോയിക്കൊണ്ട് നിൽക്കുന്നത്, അതുകൊണ്ട് നീ പേടിക്കേ വേണ്ട, നീ ഇപ്പോൾ നിൻ്റെ ആരോഗ്യം മാത്രം നോക്കിയാൽ മതി, നീ ഇപ്പോൾ ഒറ്റയ്ക്കല്ലല്ലോ, അതുകൊണ്ട് തന്നെ നിന്നെക്കൊണ്ട് എത്രയാണോ പണിയെടുക്കാൻ പറ്റുന്നത് അത്ര മാത്രം എടുത്താൽ മതി എന്നൊക്കെ പറയേ. നമ്മളെ നിങ്ങും നമ്മളെ പെണ്ണിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിൽ ഒരുപാട് ഹാപ്പി ആയിരിക്കും. അങ്ങനെ അവൾ പുറത്തേക്ക് പോകുന്ന ടൈമായിരിക്കും ലൂ ആണെങ്കിൽ ഇവരിപ്പം കോൺട്രാക്ട് ചെയ്ത ബേഫൈ കമ്പനിയിൽ ആ ഒരു കമ്പനിയിലത്തെ ഏതോ ഒരു ഡേവിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആള് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ സയോനെ വിളിച്ചു കൊണ്ടുപോകുന്നുണ്ടാവുക. എന്താ ഇവനാണ് ഡേവിഡ് എന്ന് പറയുന്നത്. ഇവനെ കണ്ടാൽ തന്നെ നമുക്ക് തോന്നും ഏതടാ ഇവൻ എന്നുള്ളൊരു ഭാവമില്ല, അങ്ങനത്തെ ഒരു ഭാവത്തിലെത്തിയ ഒരു ചെക്കനായിരിക്കും. എനിക്കിതിനെ ഇഷ്ടപ്പെട്ടിട്ടേ ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. എനിക്കിതിനെ ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ അവർ രണ്ടാളും അവർ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ടൈം ഈ ഒരു ഡേവിഡ് ആണെങ്കിൽ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലായിരിക്കും നമ്മളെ പെണ്ണിനോട് സംസാരിക്കുന്നുണ്ടാവുക. അതായത് എന്തോ പൈസയോ കാര്യങ്ങളായിട്ടും ചോദിച്ച ടൈം ഇവളാണെങ്കിൽ പറയും, അത്രക്കാരും പൈസ തരേണ്ട ഒരു ആവശ്യം നമുക്ക് ഇല്ല എന്ന് പറയേ. അവനാണെങ്കിൽ പറയും, പൈസ തരാൻ പറ്റൂലെങ്കിൽ എന്തെങ്കിലും ഒരു കോംപ്രമൈസിന് തയ്യാറാണെങ്കിൽ അത് മതി എന്ന് പറയും. ഇത് കേൾക്കുന്നവരെ ലൂനാണെങ്കിൽ ദേഷ്യം പിടിക്കുക. പക്ഷേ നമ്മളെ സയോ ആണെങ്കിൽ ലൂനെ കൺട്രോൾ ചെയ്യിപ്പിച്ച് ഇവനോടാണെങ്കിൽ പറയും, നമ്മൾ എന്തെങ്കിലും തീരുമാനം ഉണ്ടെങ്കിൽ അത് നമുക്ക് അടുത്ത മീറ്റിങ്ങിൽ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ടാവും. അങ്ങനെ ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് പുറത്ത് വരുന്ന ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ ഇത് വല്ലതും നടക്കുമെന്നൊന്ന് ചോദിക്കുന്നുണ്ട് അവർക്ക്. അവളാണെങ്കിൽ പറയും, വാ നമുക്ക് വീട്ടിലേക്ക് പോകാമല്ലോ എന്ന് പറയും. ഇവന്റെ ഉദ്ദേശം വേറെ ഒരിക്കൽ നമ്മളെല്ലാം ഉണ്ടത്. അവൾ
അവളാണെങ്കിൽ പറയും ആ ഒരു കാര്യത്തിനല്ല, ആ ഒരു ഡേവിഡുമായിട്ട് ഞാൻ ഒരു ഡിന്നർ വെക്കേണ്ടിയിട്ട് സിന്നിനോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ആ ഒരു ഡേവിഡിനെ ഒരു പാഠം പഠിപ്പിക്കണ്ടേ, അങ്ങനെ അവനെ വെറുതെ വിടാൻ പറ്റുമോ എന്ന് ചോദിക്കേ. നമ്മളെ ലു ആണെങ്കിൽ പാവം കുറേ ആഗ്രഹിച്ചിട്ടുണ്ടാവും. രാത്രി ആകുന്ന ടൈം ആ ഒരു പാർട്ടിക്കാണെങ്കിൽ നമ്മളെ ചെക്കനും പെണ്ണും കൂടിയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അവിടെ നമ്മളെ ജി ഉണ്ടായിരിക്കും. നമ്മളെ പെണ്ണാണെങ്കിൽ ജീനെ കണ്ടവള് അവളടുത്തേക്ക് പോകും. അവളോടാണെങ്കിൽ അവളെ ബിസിനസിനെ കൊണ്ടും കാര്യത്തിനെ കൊണ്ടൊക്കെ ചോദിക്കുന്ന ടൈം ജി ആണെങ്കിൽ പറയും ആ ഒരു മയക്കിൻ്റെ അടുത്ത് നിന്ന് വിട്ടതിന് ശേഷം ഞാൻ ഒറ്റക്കൊരു ബ്രാൻഡ് ഇപ്പം തുടങ്ങിയിട്ടുണ്ട്, അതിപ്പോൾ നല്ല രീതിയിൽ പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കാര്യം സംസാരിക്കുന്നുണ്ട് അവർക്ക്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ പെണ്ണ് ഡ്രിങ്ക്സ് കുടിക്കുന്നേരം ഏതോ ഒരുത്തരം അതിലോട്ട് ഓടിപ്പോയിട്ട് ആ ഒരു ഡ്രിങ്ക്സ് ആണെങ്കിൽ നേരെ താഴോട്ടേക്ക് വീകുന്നുണ്ടാവും. നോക്കുന്ന ടൈമായിരിക്കും അവിടത്തേക്ക് ഒരു സുന്ദരം വരുന്നുണ്ടാവുക. ആരാണ്? നമ്മളെ പെണ്ണിൻ്റെ ആ ഒരു ഫ്രണ്ട് ചെക്കനില്ലേ, അവൻ തന്നെ. ഇവന്റെ പേര് ഇത്ര കാലമായിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. ഇവന്റെ പേര് ഹുവ ചി എന്നാണ്, അതായത് CHI. നമുക്ക് ഇതിനെ ഹുവ എന്ന് വിളിക്കാം. ഹുവേനെ കണ്ടപാട് തന്നെ ഈ ഒരു ഡേവിഡ് അടക്കം നമ്മൾ ഹുവേനോട് ഭയങ്കര ആദിത്യ ബഹുമാനമുള്ള പോലെ സംസാരിക്കൂലേ, അങ്ങനെ സംസാരിക്കുന്നുണ്ടാവും. കാരണം ഇവന്റെ പേരിലൊരു ബ്രാൻഡ് തന്നെ ഉണ്ടാവുമായിരിക്കും. എന്താ പറയുക, ഡിസൈനർ വേൾഡിൽ തന്നെ ഒരു ഭയങ്കര ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും ഈ ഒരു ചി എന്ന് പറയുന്നത്. അത് നമ്മളെ പെണ്ണിന്റെ ഫ്രണ്ടാണ്. ആ ഒരു കാര്യം ഈ ഒരു ഡേവിഡിനൊന്നും അറിയില്ലായിരിക്കും. ഇത് നമ്മളെ പെണ്ണ് കൊടുത്തൊരു പണിയായിരിക്കും സംഭവം. ഈ ഒരു ചി ഇങ്ങോട്ടേക്ക് വരുന്നവരും ഡേവിഡെല്ലാം നല്ല രീതിയിലായിരിക്കും സംസാരിക്കുന്നുണ്ട്. അപ്പൊ ചി ആണെങ്കിൽ നേരെ വാങ്ങിച്ച് നമ്മളെ പെണ്ണിന്റെ ആ ഒരു ഡ്രസ്സിന്റെ മേലെ ഞാൻ പറഞ്ഞില്ല വെള്ളം വീണി നിന്ന് ആ ഒരു വെള്ളം തുടച്ചു കൊടുക്കുകയും അത് കാണുന്ന ടൈമിൽ എല്ലാവരും അത്ഭുതത്തോടെ നോക്കുന്നുണ്ടാവും. ഈ ഒരു ഡേവിഡിനും ഭയങ്കര അത്ഭുതമാവുകയും അതേ ടൈമായിരിക്കും അവനാണെങ്കിൽ പറയുന്നുണ്ട്, അപ്പോൾ ഞാനാണെങ്കിൽ ഈ ഒരു ബ്രാൻഡിന്റെ ഡയറക്ടർ മാത്രമാണ്, നമ്മളെ ഈ ഒരു കമ്പനിയിലത്തെ ബോസ് തന്നെ ഈ ഒരു സയോ ആണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും മുന്നിന്നും അവളെ പരിചയപ്പെടുത്തി കൊടുക്കും. മാത്രമല്ല ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ഉണ്ടായത് കൊണ്ട് തന്നെ ഈ ഒരു ചെക്കനാണെങ്കിൽ വാങ്ങിച്ച് നമ്മളെ ലൂ ആയിട്ടുള്ള ആ ഒരു കോൺട്രാക്ട് ഇല്ലേ, ആ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യാമെന്നൊന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക്. ഇവരൊരു ബഡ്ജറ്റ് പറഞ്ഞിട്ടുണ്ട് അവർക്ക്. ആ ഒരു ബഡ്ജറ്റിനെയും കാട്ടി കുറഞ്ഞ ബഡ്ജറ്റിൽ ചെയ്ത് കൊടുക്കാമെന്നൊന്നും പറയുന്നുണ്ടാവും. ഇത്ര നേരം നമ്മളെ പെണ്ണിനോട് മിസ് ബിഹേവ് ചെയ്ത് ഇവനാണെങ്കിൽ നമ്മളെ പെണ്ണിനെ ഇപ്പൊ കാണുമ്പോൾ ഭയങ്കര ബഹുമാനത്തോടെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക. അത് തന്നെ ഇവരൊരു സക്സസ് ആയിരിക്കും. നമ്മൾ കാണുന്നത് അവരുടെ രണ്ടാളെയും ഹാപ്പി മൊമെന്റ് ആയിരിക്കും. അത് ഞാൻ വെറുതെ പറഞ്ഞിട്ട് കൊളാക്കുന്നില്ല. ഇങ്ങനെ ഓരോ കുഴപ്പത്തിലുള്ള ടൈമും നമ്മളെ യുവാനും ടോങ്ങും ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അവർക്ക് രണ്ടാക്കും ചെടി വളർത്താൻ ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ രണ്ടും ചെടിയെല്ലാം വാങ്ങിയിട്ട് വരുന്നുണ്ടാവുമായിരിക്കും. അങ്ങനെ കാറിൻ്റെ ഉള്ളിൽ വെക്കാൻ നിൽക്കുന്ന ടൈമായിരിക്കും അവളാണെങ്കിൽ പറയുന്നുണ്ടാവുക, ഇതിലധികം വെക്കാൻ സ്ഥലമില്ല, നീ എൻ്റെ കാറിൽ വെച്ചോന്നു പറയേ. പെട്ടെന്നായിരിക്കും അവക്കാണെങ്കിൽ ഇവനൊരു ഗിഫ്റ്റ് ഇവക്ക് ചെടിയായിട്ട് കൊടുത്തിട്ടുണ്ടാവുമായിരിക്കെ. അല്ല, ഒരു ചെടി ഇവക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവുമായിരിക്കെ. അതെടുക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ടാവുക. അതെല്ലാം എടുത്തിട്ട് നടന്നോണ്ട് വരുന്നവരായിരിക്കും. ഇവക്കാണെങ്കിൽ ഇവളെ കാർ ഇവളെ മെസ്സായിട്ട് ഇട്ട കാര്യം ഓർക്കുന്നുണ്ടാവുമായിരിക്കെ. ഇവളാണെങ്കിൽ വേഗം വഞ്ചി നോക്കുന്ന ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ ഡിക്കി തന്നെ നോക്കുന്നതായിരിക്കും. പെട്ടെന്ന് അവനാണെങ്കിൽ വന്നിട്ട് ഫ്രണ്ട് സീറ്റിലേക്ക് വരാൻ നിൽക്കുന്ന ടൈം അവളാണെങ്കിൽ അവനൊരറ്റ തട്ട് കൊടുക്കുകയും നോക്കുമ്പം ആ ഒരു കാറ് വൃത്തിയല്ലാണ്ട് കണ്ടിട്ട് ഇവൻ എന്തെങ്കിലും ഫീൽ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഇവന് OCDന്റെ പ്രശ്നം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ടായിരിക്കും ഇവളിങ്ങനെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെങ്കിൽ അവനാണെങ്കിൽ ഇത് ആദ്യമേ കണ്ടിട്ട് ആ ഒരു കാറൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടാവും. ഇതെല്ലാം കാണുന്നത് ഇവളാണെങ്കിൽ പറയൂ, നിനക്കൊരു കാര്യം അറിയാം, ഞാൻ നിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് എനിക്കാന്നുള്ളത്, നീ ഇങ്ങനെ റൂം മൊത്തം വൃത്തിയാക്കി കൊള്ളുമല്ലോ എന്ന് പറയും. അവൾക്ക് ആ ഒരു കാര്യത്തിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ആ ഒരു കാര്യങ്ങളൊക്കെ അവളിങ്ങനെ ആലോചിക്കുന്നുണ്ടാവും. കേൾക്കുന്നവരെ നമ്മളെ ചെക്കനും ഭയങ്കര ഹാപ്പി ആകുകയെ. അവനാണെങ്കിൽ പറയും, നമ്മളാണെങ്കിൽ വർക്കിന്റെ കുറേ പ്രഷർ ഉള്ളത് കൊണ്ട് തന്നെ കുറേ ആയല്ലോ ഡേറ്റിങ്ങിന് പോയിട്ട്, നമുക്ക് ഇന്ന് ഡേറ്റിങ്ങിന് പോകാമെന്ന് പറയേ. അവളാണെങ്കിൽ എവിടെയാ പോകണ്ടേന്ന് ചോദിക്കുന്ന ടൈം അവനാണെങ്കിൽ പറയും, നീ പറയുന്ന എവിടെ വേണമെങ്കിലും നമുക്ക് പോകാമെന്ന് പറയും. പിന്നെ നമ്മൾ കാണുന്നത് രണ്ട് കുരുപ്പങ്ങളും കൂടിയിട്ട് ഇതുപോലെ ഇരിക്കുന്നതായിരിക്കും. ഇത് ഏടിയമ്മ മസാജ് സെന്റർ ആയിട്ടാ തോന്നുന്നു. മസാജ് എങ്ങനത്തെ മസാജ് ആയിരിക്കും അറിയാം, കാലിന്റെ അടിയിൽ നമ്മൾ നുള്ളൂലേ, നുള്ളിയിട്ടായിരിക്കും മസാജ് ചെയ്യുന്നുണ്ടാവുക. നുള്ളോന്നല്ല പറയും, ഇങ്ങനെ പിച്ചോ എന്ന് പറയില്ലേ, അങ്ങനെ ആയിരിക്കും മസാജ് ചെയ്യുന്നുണ്ടാവുക. നമ്മളെ ചെക്കനാണെങ്കിൽ ഒട്ടും പറ്റുന്നുണ്ടാവില്ലേ, അവനാണെങ്കിൽ ബാക്കിൽ എന്തോ ഒരു അവസ്ഥ ഉള്ളത് പോലെ ഇരിക്കും പിന്നെ നടക്കുന്നുണ്ടാവുക. എന്നിട്ട് പെട്ടെന്നാണെങ്കിൽ ഒരു ബൗൾ എടുത്ത് കാണിച്ചിട്ട് അവളോട് പറയും സർപ്രൈസ് എന്ന് പറയേ. അവളാണെങ്കിൽ പറയും, ഇതെനിക്ക് ചെറുപ്പത്തിൽ കിട്ടിയ സർപ്രൈസ് ആണ്, എനിക്ക് ഇങ്ങനത്തെ സർപ്രൈസ് ഒന്നും വേണ്ട, പണ്ട് നീ ഇങ്ങനെ ഒരുപാട് ജ്വല്ലറിയിലായിട്ട് സർപ്രൈസ് തീർത്തില്ലേ, അതുപോലത്തെ ഒരു സർപ്രൈസ് മതി എന്ന് പറയൂ. ഇവരെ കഥ കോമഡിയാണ്. അതും പറഞ്ഞിട്ട് അവളാണെങ്കിൽ എണീച്ച് പോകാൻ നിൽക്കുന്ന ടൈം അവനാണെങ്കിൽ അവളെ പിടിച്ചിട്ട് ഇതുപോലെ വിളിച്ചിട്ട് ഉമ്മ കൊടുക്കാൻ നോക്കുന്ന ടൈമായിരിക്കും. ഹച്ചി എന്ന് പറഞ്ഞിട്ട് ഒരാൾ തുമ്മുന്നുണ്ടാവുക. അത് കേട്ടവിടെ അവനാണെങ്കിൽ ബാക്കോട്ടേക്ക് കേളിയേ. പക്ഷേ അവളാണെങ്കിൽ വിടുന്നുണ്ടാവില്ല. അവളാണെങ്കിൽ അവനിതാ ഇതുപോലെ ഉമ്മ കൊടുക്കും. നിങ്ങൾ ആരെങ്കിലും പോള് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ വേഗം നമ്മളെ കമ്മ്യൂണിറ്റി പോസ്റ്റ് പോയിട്ട് ഒന്ന് പോള് ചെയ്യണേ, എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഡ്രാമ നാളെ ഇടണോ വേണ്ടെന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. സ്കൂൾ തുറക്കുന്നതിനും കാട്ടി മുന്നേ ഏതെങ്കിലും
ഒരു ഡ്രാമ തുടങ്ങി വെക്കണം എന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ മറക്കാണ്ട് പോയിട്ട് കമൻറ്റ് ഇടണം. അതുമാത്രമല്ല ഇതിനി ഒരു എപ്പിസോഡും കൂടിയുണ്ട്. അതും കൂടി ഇന്ന് ഇടാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഞാൻ എപ്പോൾ പറയുന്നത് പോലെ തന്നെ മഴയല്ലല്ലേ, ടൈം ഇല്ലല്ലോ മാഷേ, അതുകൊണ്ടാണ്. അതുകൊണ്ട് അധികം ഒന്നും പറയണ്ട്. ബൈ.